ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഞാൻ 3 ദിവസം അവധിയായിരുന്നു. കാരണം ഒരു ട്രക്കിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കുറച്ച് കാടുകളിലേക്ക് പോയി. കുറേ നാളത്തെ ഫ്രസ്ട്രേഷൻ ട്രെയിനിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കാടിലേക്ക് ഞാനൊന്ന് പോയത്. സോ ആ 3 ദിവസത്തിൽ 2 ദിവസമുള്ള വ്യാഴാഴ്ചയും വ്യാഴാഴ്ച നല്ല രീതിയിൽ മാർക്കറ്റും പോയായിരുന്നു. നിഫ്റ്റി പ്രത്യേകിച്ച് 22,600 വരുമെന്ന് ചോദിച്ചുള്ള ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടാണ് ഞാൻ തന്നത്. ആ ക്യാപ്ഷനിൽ 22,600 മുകളിൽ നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ട വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു. സോ ഒരു കിടിലം ഒരു ട്രേഡിംഗ് ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നു പോയത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിട്ടിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ എൻ്റെ ക്യാപ്ഷന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് താരിഫും നമ്മുടെ മാർക്കറ്റ് ഒന്നിച്ചുള്ള ക്യാപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ട്രംപ് ഇനിയുള്ള എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം വോളറ്റിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഈ വോളറ്റിലിറ്റിയാണ് കിങ്. സോ കിങ് വേണമെന്ന് മാത്രമേ ആഗ്രഹം എനിക്കുള്ളൂ. നിങ്ങൾ നോക്കിയറിയാം, ഈ ആഴ്ച നമ്മൾ കുറേ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ച വന്നൊരു ഡേറ്റ പ്രകാരം അമേരിക്കൻ മാർക്കറ്റിലെ ഈ ഒരു പ്രൈസ്, നമ്മുടെ ഒരു ഇൻഡെക്സ് വളരെ നെഗറ്റീവായി വന്നു. അപ്പം അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടും. അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ മറ്റേ ഇൻഫ്ലേഷൻ കൂടുതലുള്ള ചാൻസാണ് കാണുന്നത്. സോ ഈ വരാൻ പോകുന്ന ബുധനാഴ്ചയൊക്കെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഇൻഫ്ലേഷൻ ഉണ്ട്. നാളെ ജപ്പാൻ്റെ കുറച്ച് ന്യൂസുകളുണ്ട്, നാളെ മറ്റന്നാളൊക്കെ. ചുരുക്കി പറഞ്ഞാൽ പൊതുവേ ഒരു കുറേ ന്യൂസ് വരുന്നതും കുറേ ട്രംപിൻ്റെ ട്വീറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ്, സ്പീച്ചും ട്വീറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസമുണ്ട്. അപ്പോൾ ഈ വരാൻ പോകുന്ന മാർക്കറ്റുകളെല്ലാം അങ്ങനെ രീതിയിലുള്ള കിടിലം വോൾട്ടൈൽ മൂവ് ആയിരിക്കും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വരാൻ പോകുന്നത്. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വ്യൂവിലൊക്കെ കടന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ബാക്കിയുള്ള ഡിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് നമുക്ക് കടക്കാം. സോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായാലും ഒരേ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ഒരു മൂവ്മെൻറ്റും തരാതെ ബാങ്ക് നിഫ്റ്റി കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി അങ്ങനെയല്ല. നിഫ്റ്റി ഒരു ട്രെൻഡ് സൈഡിലേക്ക് ഹയർ ഹൈസ് ലോവർ ലോസ് ഫോർമേഷൻ വന്നിട്ട്, ഹയർ ഹൈസും ഹയർ ലോസും വന്നിട്ട് അപ്പോഴത്തെ റിവേഴ്സൽ ഒരു റാലിയിലേക്കുള്ള നിഫ്റ്റിയാണ് വരുന്നത്. നിഫ്റ്റി പഴയ ഒരു ഇമ്പോർട്ടൻറ്റ് POC ആയ 22,555 560 ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തു. അതിന് മുകളിലൊക്കെയാണ് ആ ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്യുവർലി പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നത്. ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അപ്പർ സൈഡിലും ലോവർ സൈഡിലും ഒക്കെ റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ഭാഗത്ത് തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ അത് കൃത്യമായിട്ട് ആ ഒരു റേഞ്ച് ഒരു 48,000-നും 49,000-നും ഇടയ്ക്കുള്ള ഒരു 1000 പോയിന്റിൻ്റെ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയും കിടന്ന് കളിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി അതേ തന്നെ കൃത്യമായിട്ട് ആ ഒരു റേഞ്ച് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നിഫ്റ്റിയും ആ രീതിക്കുള്ള ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്താണ് നിഫ്റ്റി നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 48,000-നും 49,000-നും ഇടയ്ക്കുള്ള 1000 പോയിന്റ് ബാങ്ക് നിഫ്റ്റി കിടക്കുന്നുണ്ട്. നിഫ്റ്റി ഒരു റിവേഴ്സൽ റാലിയിലേക്കുള്ള ഒരു ലക്ഷണം കൂടെ എടുത്തുന്നത്. നിഫ്റ്റി സംബന്ധിച്ച് 24,550 എന്നെ സംബന്ധിച്ച് 560 എന്നെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയുള്ള POC. അതിന് മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ പുതിയൊരു ഡെസ്റ്റിനേഷനായ എവിടെയാണ് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 719 മുകളിലും 719 മുകളിൽ പോകണമെങ്കിൽ ഈ ഒരു POC 22,820 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC 22,931 ഭാഗത്തേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് മുകളിൽ പോകണമെങ്കിൽ 23,231 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 48,630 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 48,846 ഭാഗത്ത് പോകാനും, അതിന് മുകളിൽ ഈ POC ആയ 49,037 പോകാനും, അതിന് മുകളിൽ ഈ POC ആയ 49,346 പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരേ റേഞ്ച് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിഫ്റ്റി ഒരു റിവേഴ്സൽ ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ ഒരു മൊമെൻറ്റം രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ഡേ ആയിരുന്നു നിഫ്റ്റിയിൽ സംഭവിച്ചത്. സോ നമ്മുടെ POC വന്നിരിക്കുന്നത് 22,550 ഭാഗത്താണ്. അപ്പോൾ ഞാൻ ആ POC ഒന്ന് വ്യക്തമായിട്ടൊന്ന് മാർക്ക് വയ്ക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ രീതിക്കുള്ള ട്രേഡിങ്ങിൻ്റെ സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ 22,550 ആണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് 22,550 ആണ് നിഫ്റ്റിയുടെ POC. അത് ഞാൻ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഈ POC നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ POCയുടെ അകത്ത് മുകളിൽ നിന്നാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ റാലി അല്ലെങ്കിൽ
എന്താണ് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന ഹൈ ആണ് 22,635, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈ ആയ അതാണ് ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് തരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതൽ. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ 22,631 ആണ്. 22,635 ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ 634 ഭാഗത്താണ് നിൽക്കുക. 22,634 ഞാൻ മാർക്ക് ചെയ്ത് വെക്കട്ടെ. 22,634 22,634 നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,718 എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഭാഗത്തേക്ക് 22,718 22,718 എന്നെ സംബന്ധിച്ചുള്ള R1. ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. 22,718 R1. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് R2 എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്? R2 എന്ന് പറയുമ്പോൾ ഈ POC 22,820 22,820 ഭാഗത്ത് R2 എന്ന് പറയുമ്പം 22,820 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസും കൂടുതൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ R1 R2 വരയ്ക്കുന്നുള്ളൂ. കാരണം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്ന ഒരു ബാലൻസിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 634 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഫ്രഷ് ബൈയെ കുറിച്ച് നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ അല്ലെങ്കിൽ നിഫ്റ്റി നിങ്ങൾ എടുക്കുന്ന കുറിച്ച് നിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് സെൽ എവിടെയാണ്? നിഫ്റ്റിയെ സംബന്ധിച്ച് സെല്ലെന്ന് പറയുമ്പോൾ 22,500 താഴെ നമുക്ക് സെല്ലിങ് എടുക്കാം. 22,500 അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് 22,465 താഴെ മാത്രമേ നിങ്ങൾ സെലക്ട് എടുക്കുക. 22,465 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 22,465 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ആ ബെയറിഷ് റെഫറൻസിന് താഴെ മാത്രമേ നിങ്ങളൊരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ 22,465 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ POC 22,400 ഭാഗത്തേക്ക് വരാം. ആദ്യം വരേണ്ടത് എത്രയാണ്? 22,400 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. 22,400 S1. അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മളെ ക്ലോസിങ് പഴയത് 22,335 22,335 ഭാഗത്തേക്ക്, അതാണ് S2. അതിന് താഴെ S3 കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ POC ആയ 22,233 ഭാഗത്തേക്കും വരാം, 35 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. 22,235 ഭാഗത്ത് 22,235 S3 അതാണ് 22,235 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 22,465 പൊട്ടുകയാണെങ്കിൽ നമുക്കൊരു ബെയറിഷ് വ്യൂ എടുക്കാനും ആ പൊസിഷൻ ബിൽഡ് ചെയ്ത് 22,400 22,335 22,235 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്കിനി നോക്കേണ്ട അടുത്ത എന്താണ്? നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവല്. ബാങ്ക് നിഫ്റ്റി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയും കൂടെ ആണല്ലോ. അപ്പോൾ സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മൂവ്മെൻറ്റ് തന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ കഴിഞ്ഞ 3 ദിവസത്തെ POC ആയ 48,525 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനത് ബാങ്ക് നിഫ്റ്റിക്ക് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 48,525 ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ 3 ദിവസത്തെ POC. സോ 48,525 ബാങ്ക് നിഫ്റ്റിയുടെ POC റേഞ്ച്. കഴിഞ്ഞ 3 ദിവസത്തെ റേഞ്ച് POC അതാണ്. സോ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോളുക, 22,714 മുകളിൽ മാത്രമേ നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചു. നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 22,714 48,714 എപ്പോഴും നിഫ്റ്റിയുടെ പേര് വരുന്നു. 48,714 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബുള്ളിഷ് റെഫറൻസ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്തു. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 48,850 48,880 48,880 850 ബാങ്ക് നിഫ്റ്റിയുടെ R1. അത് ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. R1 നിങ്ങൾ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് ഈ POC ആയ 49,037 49,000 R2 എന്ന് പറയുമ്പോൾ 49,037 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ ഒരു മൊമെൻറ്റം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. സോ ഇതാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ലെവല്. ബാങ്ക് നിഫ്റ്റി മുമ്പിലുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് സെല്ലിംഗ് എവിടെയാണ്? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ സെല്ലിംഗ് എടുക്കുന്നത് 48,200 താഴെ മാത്രമേ ഇനി സെല്ല് എടുക്കുള്ളൂ. എന്നെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് 48,200 ആണ്. 48,200 താഴെ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ല് എടുക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസും അതാണ്. അതിന് താഴെ വന്നാൽ മാത്രമേ ഒരു സെല്ലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സെല്ല് വേണമെങ്കിൽ ഡിപ്പ് തരാനും താഴേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ 48,200 താഴെ നിൽക്കുകയാണെങ്കിൽ
47,980 ഭാഗത്തേക്ക്, ആ S1 എന്ന് പറയുമ്പോൾ 47,980 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ നേരെ നമുക്ക് എവിടെ വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്? ആ സാധനം നമുക്ക് ഈ ഒരു ഏരിയ 47,831 ഭാഗത്തേക്കും വരാം. 47,831 ഭാഗത്തേക്ക് S2 വരാനുള്ള S2, അതാണ് S2. അതിനപ്പുറത്തേക്ക് ഒരു മൊമെന്റ് ഞാൻ ബാങ്ക് നിഫ്റ്റി പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു റേഞ്ചിൽ കിടന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളാണ് ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നത്. ഒന്നുകിൽ 49,037 പൊട്ടി ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ 48,000 താഴെ ക്ലോസ് ചെയ്ത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൊമെന്റം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നിങ്ങൾക്കറിയാം മാർക്കറ്റ് റേഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ താരിഫ് പുതിയത് വരുന്നു, ചൈന തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നു, അവ ഇങ്ങോട്ട് അടിക്കുന്നു. അങ്ങനെ ആ ഒരു അടിയും ഇടിയൊക്കെ ആയിട്ട് പോകും തോറും മാർക്കറ്റിലെ വോളറ്റിലിറ്റി കൂടും. വോളറ്റിലിറ്റി കൂടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായ റെഫറൻസ് പോയിന്റിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നോക്കി ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്യണം നോക്കിയിട്ട് ഓർഡർ ഫ്ലോയുടെ കൺഫർമേഷനോടുകൂടി ട്രേഡ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ള ട്രേഡ് സെറ്റപ്പ് ഇവോൾവ് ചെയ്യുകയും അത് നിങ്ങൾക്ക് എന്താണ് ഒരു റീസണബിൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡിലേക്ക് നിങ്ങൾ ഒരു എൻട്രി എടുക്കുവാനും അതുവഴി നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പം ഈ ലെവൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, ഈ ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് നിങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യുക. ലെവൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ എൻ്റെ യൂട്യൂബിലെ പഴയ വീഡിയോയിൽ കിടപ്പുണ്ട്, അതൊന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കാണുക. സോ ട്രിവാൻഡ്രത്തെ നമ്മുടെ ട്രേഡേഴ്സ് ഫോർ ഒന്നും കൂടെ നമ്പർ ഓഫ് സീറ്റ്സ് കൂട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ളവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വന്നിരുന്നൊരു 3 മാസം എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് സെറ്റപ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ DM കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ഇവിടെ നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു കിടിലം ട്രേഡേഴ്സിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. ആ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതിനുള്ള ടെൻഷൻസും ലോസ് ഉണ്ടാക്കുന്നതിനുള്ള ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു റീസണബിൾ ട്രേഡ് സെറ്റപ്പ്, പ്രോഫിറ്റബിൾ ട്രേഡ് സെറ്റപ്പിലേക്ക് നിങ്ങളെ ഇവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യും. താല്പര്യമുള്ളവർ DM ചെയ്യുക. സോ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി സൺഡേ ടു ആൾ ഓഫ് യു. ടേക്ക് കെയർ. ബൈ ബൈ.